ഗൈസ് നമ്മളിപ്പോൾ ന്യൂ ഇയറിന്റെ പ്ലാനിങ് ആണ്. പ്ലാൻ ഇസ് ഡൺ ബൈ ദി ഭാഗ്യലക്ഷ്മി. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വല്ല ഭജനും പോണെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ നമ്മളെല്ലാരും ഒരുമിച്ച് ഒരു ന്യൂ ഇയർ ഇനി ഉണ്ടാവോ ഇല്ലേന്ന് ഉണ്ടാവും. നമ്മളെല്ലാരും ഒരുമിച്ച് കിട്ടുന്നത് ഭയങ്കര ചിൽഡ്രൻസ് പാർക്ക് ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. നമ്മളെല്ലാരും ചിലപ്പോ എല്ലാരും ഒരുമിച്ച് അവൈലബിൾ ആയിട്ടുള്ള ന്യൂ ഇയർ എന്തായാലും ന്യൂ ഇയർ ഇനി ഉണ്ടാവില്ല. ഒരുമിച്ച് ഉണ്ടാവും, പക്ഷെ ന്യൂ ഇയർ ഉണ്ടാവില്ല. സോ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലാൻ എ സസ്പെൻസ്. ഇതെനിക്കും അറിയത്തില്ല, ഇവൾക്കും അറിയത്തില്ല, ഇവക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇവള് പറയുന്നു ഇല്ല. ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. പ്ലാൻ ബി നമ്മള് കറക്റ്റ് കൺഫേംഡ് അല്ല. ഒന്നെങ്കിൽ നമുക്ക് അധികം ആള് തിരക്കുള്ള സ്ഥലമൊന്നും ഇഷ്ടമില്ല. നമുക്ക് നമ്മുടെ സർക്കിളിൽ തന്നെ ഇരുന്ന് ആ വൈബാണ് ഇഷ്ടം. പ്രത്യേകിച്ച് ന്യൂ ഇയർ ആയതുകൊണ്ട്. അപ്പൊ നമ്മള് ഒന്നെങ്കിൽ അധികം ആളില്ലാത്ത പബ്ബിൽ പോയി ചില്ലടിക്കും, അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ഒരു സ്പേസിൽ ആ മൂഡ് എന്താ അല്ല ഞാൻ ഇങ്ങനെ പറ ആ മൂഡ് ക്രിയേറ്റ് ചെയ്യും. ലൈക്ക് നമുക്ക് വേണ്ടുന്ന സാധനങ്ങള്, ഫുഡ്, ലൈറ്റ്സ്, DJ അങ്ങനെ എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് പ്ലാൻ ബി. അവിടുന്ന് നമ്മൾ ഒരു 1 മണിയാകുമ്പോ ഹാപ്പി എന്തിനാ 2 മണിയൊക്കെ ആകുമ്പോ 1 മണി 2 മണിയാകുമ്പോ ഇറങ്ങും. ഇറങ്ങിയിട്ട് നമ്മൾ സൺറൈസ് എന്തടി നമ്മള് ഒരു സൺറൈസ് കണ്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ സൺറൈസ് ഇസ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പൊ നമ്മള് ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഒരുമിച്ച് ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ട് സൺറൈസ് കണ്ടിട്ട് 1 വർഷം കഴിയുന്നു. കഴിഞ്ഞ വർഷം അന്ന് രാത്രി നമ്മൾ ഉറങ്ങൂല. ഉറങ്ങണം ന്യൂ ഇയറിന്. അല്ല ന്യൂ ഇയർ അപ്പൊ നമ്മൾ ഫുൾ ഡേ നമ്മൾ പ്ലാനിലൂടെ ഓടൂലേ, അപ്പൊ നമുക്ക് ഉറങ്ങണ്ടേ? നമുക്ക് ഉറക്കം വരൂല. ഈ ഉറക്കത്തിന്റെ ഒരു ദിവസമല്ലേ, എത്ര ദിവസം സ്ലീപ്പിംഗ് ബ്യൂട്ടി ആണ് ഗൈസ് ഇത്. അല്ല നമ്മള് സൺറൈസ് കാണാൻ പോകുന്ന വഴിക്ക് വേണമെങ്കിൽ കാറിൽ ഇരുന്ന് ഉറങ്ങാം. ഒരു 1 hour 2 hour ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ ഡൺ. നമ്മള് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കാണാം ഗൈസ്. ബൈ. കൊണ്ടുവന്ന കേക്കോട് കൂടി നമ്മൾ ഇന്നത്തെ ന്യൂ ഇയർ കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. സ്നേഹം വാരി വിതറട്ടെ എന്നാണ് അവര് നമ്മളോട് പറയുന്നത്. റിച്ച് പ്ലം കേക്ക് നമുക്ക് വിതറാം. വാരി ഗൈസ് ഒരു കാർഡൊക്കെ ഉണ്ട്. വാവ് ഹാപ്പി ന്യൂ ഇയർ. നല്ല അല്ല റിച്ച് പ്ലം കേക്ക് പച്ച കവറിലാണ് ഉപയോഗിക്കുന്നത്. നോക്കാം. ഞാൻ അറിയപ്പെട്ട പ്ലം കേക്കിനെ മുറിച്ച് തുടങ്ങുകയാണ് നമ്മൾ. എല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട്. മോനുസാണ് മെയിൻ. ഡ്രസ്സെല്ലാം ഇട്ട് സുന്ദരനാവുന്നുണ്ട്. വിശന്ന് ചത്തം. കഴിക്കാനുള്ളൊരു ഗൈസ് നമ്മള് ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ട്രൈ ചെയ്തു, ഒന്നും കിട്ടുന്നുണ്ടായില്ല. അവസാനം നമ്മള് ഒരുപാട് ബസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ ഒന്നും ഓടൂല. ഇനി 10:30 എങ്ങാണ്ട് ഒരു ബസ് ഉണ്ട്. ആ ബസ് ഗൈസ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മള് നമ്മളിപ്പം വഴിയാതാരായിരുന്നു. അവിടെ നമുക്ക് നോക്കി 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 ലാസ്റ്റ് ഒരു ഊബർ ഭാഗ്യം കാരണം കിട്ടി. അത് കഴിഞ്ഞ് നമ്മള് ഇപ്പം വന്ന ഈ വൃത്തികെട്ടമായ ശവം നമ്മളെ കുറെ നേരമായിട്ട് അവിടുന്ന് ഒരു ബസ് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പൊ ഇവിടെ ഒരു ഊബർ പിടിച്ച് തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് പബ്ബിലേക്ക് പോവുകയാണ് ഗൈസ്. നമ്മളവിടെ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, ചില്ലടിക്കുന്നു, ഹാപ്പി ന്യൂ ഇയർ പറയുന്നു, അവിടെ കളിക്കുന്നു. പിന്നെ ബാക്കി പിന്നെ പറയാം. ഓക്കെ ബൈ ബൈ. ഗൈസ് നമ്മൾ ഈ കാളവണ്ടിയിലും കുതിരവണ്ടിയിലും ഒക്കെ കയറി പബ്ബിലെത്തിയപ്പോഴേക്ക് സമയം ഏകദേശം 11:30 കഴിഞ്ഞായിരുന്നു. പിന്നെ കുറച്ച് നേരത്തേക്ക് കുറേ എമൗണ്ടൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പബ്ബിൽ ഡാൻസ് കളിക്കുന്നത് ഒരു ബുദ്ധിപരമായ നീക്കമല്ല എന്ന് മനസ്സിലാക്കിയ നമ്മൾ അതിൻ്റെ പബ്ബിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, നാസി ആൻഡ് മീ എന്ന് പറഞ്ഞിട്ട്. സോ അവിടെ കയറിയിട്ട് നമ്മളൊരു നല്ല ഫുഡ് അങ്ങോട്ട് അടിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇത് നോക്ക്, ഇത് നോക്ക്. എക്സോ
നടക്കുക പൊന്നു. ഇത് നമുക്ക് എന്ത് മനസ്സിലായി? പ്ലാന് എന്നും നടക്കുന്നുണ്ട്, പക്ഷെ പ്ലാനിങ് നടക്കുന്നുണ്ട്. പ്ലാൻ ചെയ്യാൻ അറിഞ്ഞൂടെ പോകാം. പ്ലാൻ ചെയ്യാൻ അറിയാം. എന്താന്ന് വെച്ചാൽ നമ്മൾ പലതും പ്ലാൻ ചെയ്യും, പക്ഷെ ദൈവം നമ്മളെ ആ വലിയ പൂന്തോട്ടത്തിലേക്ക് ഗൈസ് അങ്ങനെ സാഹചര്യത്തിൻ്റെ സന്ദർഭം മൂലം പ്ലാൻ ബി പബ്ബിൽ നിന്നും മാറി പബ്ബിൻ്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ച് നമ്മൾ ന്യൂ ഇയർ അവിടെ ആരംഭിച്ചു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് നമ്മൾ ഏകദേശം ഒരു 12:45 ഒക്കെ ആയപ്പോൾ ഇറങ്ങി. പിന്നെ പ്ലാൻ സി എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ നമ്മൾ വീണ്ടും നന്ദുൻ്റെ ഒക്കെ റൂമിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ഉറങ്ങാതെ സ്പെൻഡ് ചെയ്തു. ഹലോ ഗൈസ്, ഇപ്പോൾ സമയം 3:30 കഴിഞ്ഞു. നമ്മൾ സൺറൈസ് കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 2 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു 8 പേര് കൂടി ഒരു ഊബറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ ഏറ്റവും പറകത്തെ സീറ്റിലിരിപ്പുണ്ട്. നിങ്ങൾ ആരും വിഷമിക്കരുത്. പ്രിയയുടെ ഫാൻസ് ആരും അസ്വസ്ഥരാകരുത്. നമ്മൾ സൺറൈസ് കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. കാണാം. ബൈ. നിങ്ങൾക്ക് എന്തെല്ലാം കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. ഓക്കെ, ഞാൻ വീഡിയോ എടുക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഇപ്പോൾ ആ സ്ഥലത്തെത്തി. ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. ഇനി നമുക്ക് കാണാൻ പറ്റുമോ അറിയില്ല. ആ ലൈറ്റ് കാണുന്നൊരു സ്ഥലത്തെത്തണം. കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒടുക്കത്തെ തണുപ്പാണ് ഗൈസ്. പല്ലെല്ലാം കൂട്ടിയിടിക്കുന്നുണ്ട്. ആകാശം കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഭയങ്കര അടിപൊളിയാ ആകാശം. ഫുൾ നക്ഷത്രം. എടി വീഡിയോ എടുക്കുന്നുണ്ട്, വ്ളോഗാവുന്നില്ല. എടി ഇവിടെ ഈ മൊട്ടക്കുന്നിൽ ഏത് മൃഗം വരാനാ? മൊട്ടക്കുന്നിലോ? അതേത് മൃഗം? എടി പതുക്കെ പോടി. എന്തിനാ എടുക്കാം? നടന്ന് കുറേ ദൂരം എത്തിയപ്പോൾ പൊന്നുവാവ ചെറുതായി ഒന്ന് വീണായിരുന്നു. എന്നിട്ട് കാലുളുക്കി. ബട്ട് സ്റ്റിൽ അതൊന്നും മാറ്ററല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പിന്നെ നടന്നുകൊണ്ട് പോയത്. പിന്നെ നമ്മൾ മാത്രമാണ് ഒറ്റയടിക്ക് ഈ മല മുഴുവനും കയറിയത്. നമ്മളെവിടെ റെസ്റ്റ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ബാക്കി നമ്മുടെ ലൈക്ക് വേറെ പാസഞ്ചേഴ്സൊക്കെ കുറേ ബ്രേക്ക് എടുത്താണ് അവർ മല ഫുൾ കയറിയത്. അപ്പം നമ്മളൊക്കെ സ്ട്രോങ് ആണ് ഗൈസ്. അങ്ങനെ ഒരു വലിയ പരിശ്രമത്തിന് ശേഷം നമ്മൾ ഹിൽ ടോപ്പിലെത്തി ഗൈസ്. സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുന്നേ തന്നെ വി മാനേജ് ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ ആൻഡ് ദ വ്യൂ വാസ് സോ ഗുഡ്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇറ്റ് വാസ് സോ ഗുഡ്. ഭയങ്കര തണുപ്പാണ്. ഞാൻ ഷോ അടിക്കുന്ന പോലെ ഒന്നല്ല, നാളെ കിടപ്പില്ല. സൂര്യന
ഫൈനലി നമ്മൾ കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സൂര്യൻ ഇങ്ങനെ മലയുടെ ഇടയിൽ നിന്ന് ഉദിച്ചു വന്നപ്പോൾ എൻ്റെ മോനെ, ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു സൺറൈസ് കാണുന്നത്. ഇങ്ങോട്ട് വീണാ ചത്തുപോയി. അങ്ങനെ പ്ലാൻ ബിയും നമ്മൾ അക്കംപ്ലിഷ് ചെയ്തു ഗൈസ്. ആൻഡ് പ്ലാൻ ബി അടിപൊളിയായിരുന്നു. ആൻഡ് ഓൾ ഓഫ് us were വെരി ഹാപ്പി. നമ്മളുടെയൊക്കെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം ലൈക്ക് ഹൗ ഹാപ്പി വി were. ബാംഗ്ലൂർ വേണമെന്ന് അറിയില്ല, ബാംഗ്ലൂർ ഇതൊക്കെ ഒരുപാട് ആളുകൾ കാണുന്ന റിയ ചില്ലറ ബ്ലോഗർ ഒന്നല്ല കേട്ടാ. ഇന്നലെ എന്റെ വീഡിയോയിൽ 100 വ്യൂസ് ആണ് ഗൈസ് അങ്ങനെ 2025 ന്യൂ ഇയർ നമ്മൾ ഒരു അടിപൊളി സൺറൈസൊക്കെ കണ്ട് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഓൾ ഓഫ് us were വെരി ഹാപ്പി. ഇനിയിപ്പോൾ അടുത്ത ന്യൂ ഇയർ ആകുമ്പോഴേക്കും നമ്മളെല്ലാവരും കോഴ്സൊക്കെ കഴിഞ്ഞ് പാസ് ഔട്ടായി പോകും. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ന്യൂ ഇയർ നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തുചേർന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഇന്നത്തെ ഓർമ്മകൾ ഐ എം ഷുവർ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു മെമ്മറി ആയിരിക്കും. പ്ലാൻ എ നമ്മൾ സക്സസ് ആക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പ്ലാൻ എ എത്തിയിട്ട് നമുക്ക് കാണാം.